മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ കുറച്ചധിക നേരമായി ഫൈറ്റുകൾ നടക്കുകയാണ്. പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യത്തിനും അടിയുണ്ടാക്കുന്നുണ്ട്. ആദ്യം അനുവും റെനയും തമ്മിലായിരുന്നു. പിന്നെ അതിൽ രേണുസുതി ഇടപെടുന്നുണ്ട്, നൂറ് ഇടപെടുന്നുണ്ട്, പിന്നീട് അത് നെവീനും അനുമോളും ആകുന്നുണ്ട്, പിന്നീട് ശരത്തും അനുമോളും ആകുന്നുണ്ട്. അത് അക്ബർ കയറി പിടിക്കുന്നുണ്ട്, പിന്നെ ജിസേൽ വന്ന് പിടിക്കുന്നുണ്ട്, പിന്നെ ജിസേലും ആദിലയും തമ്മിൽ അടിയാവുന്നുണ്ട്. ഈ അടിയുടെ എല്ലാം ഉത്ഭവം കിച്ചണിൽ നിന്നാണ്. കാരണം കിച്ചൺ ടീമായിട്ട് ഈ തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോള്, രേണുസുതി, നൂറ, ഇവർ 3 പേരെയുമാണ്. ഇവർ ഡിന്നറിന് ഓൾറെഡി ഗോതമ്പ് ദോശയും തക്കാളിക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വേച്ഛാധിപതി അധികാരം വെച്ച് ജിസേലിന് വേണ്ടി പരിപ്പ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പ് കറി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ജിസേലിന് തക്കാളിക്കറി കൊടുക്കില്ല എന്നും പറഞ്ഞ് അനുമോള് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ഒരു വഴക്കാണ് ഇപ്പോൾ ഇങ്ങനെ ചെങ്ങല പോലെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വഴക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. ശരത്താണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ. ശരത്താണ് കിച്ചൺ ടീമിൽ അനുമോളെ ഇട്ടതും. അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ നീ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നത്, അവർ പരിപ്പ് കറി ഉണ്ടാക്കിയല്ലോ, പിന്നെ എന്തിനാണ് തക്കാളിക്കറി എന്ന് ചോദിക്കുന്നുണ്ട്. ശരത്ത് പറയുന്നുണ്ട്, അത് അവരുടെ അധികാരം, അവർ സ്വച്ഛാധിപതികളാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് നീ നോക്കണ്ട, നീ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക, അതൊരാൾക്കായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് ശരത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് സ്വച്ഛാധിപതികളായി അധികാരത്തിലുള്ള ജിസയിലും നിവീനും തമ്പുരാട്ടി തമ്പുരാന്മാരെ പോലെ വേഷമണിഞ്ഞ് അതിൽ നടക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ആ ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ശരത്ത് അനുമോളോട് ഈ ഫുഡിൻ്റെ കാര്യം ചർച്ച ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, ശരത്തിന് പെണ്ണുങ്ങളെ കാണുമ്പോൾ കുറച്ച് ഇളക്കം കൂടുതലാണെന്ന്. ആ ഒരു വാക്ക് കേട്ടതും ശരത്ത് ടിഗറാകുന്നുണ്ട്. ചിലപ്പോൾ ജിസേൻ്റെ ആ ഒരു വേഷവിധാനത്തെക്കുറിച്ചായിരിക്കും അനു അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത്. ശരത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നെ ഞാനാണ് കിച്ചൺ ടീമിൽ നിയമിച്ചത്, നീ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കോ, നീ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോള് പറഞ്ഞത് മോശമായി പോയെന്ന് മറ്റുള്ളവരും പറയുന്നുണ്ട്. എന്നാൽ അനുമോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാനാണിപ്പോൾ നിന്നോട് ഇത് പറയുന്നെങ്കിൽ നീ ഇതൊരു വലിയ പ്രശ്നമാക്കില്ലെന്ന് ശരത്ത് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ അടുത്തോടു കൂടി തന്നെ അനുമോള് പറയുന്നുണ്ട്, പറഞ്ഞോ, നിങ്ങളും പറഞ്ഞോ, എനിക്ക് ആണുങ്ങളെ കാണുമ്പോൾ കുറച്ച് ഇളക്കമാണെന്ന് പറഞ്ഞോളാൻ പറയുന്നുണ്ട്. എന്തായാലും അനുമോള് പല കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. ടാസ്കായിട്ടല്ല കാണുന്നത്. അനുമോള് ഇതിനു മുമ്പും ഇതുപോലെ ഒരു സംസാരം നടത്തിയിട്ടുണ്ട്, അനുമോളും ശൈത്യയും ചേർന്ന്. അത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വീഡിയോ സഹിതം കാണിക്കുന്നുണ്ട്. അതിൽ പിന്നെ അനുമോള് അങ്ങനെ ആവർത്തിച്ചിട്ടില്ല. എന്നാൽ വീണ്ടും അനുമോളുടെ വായിൽ നിന്ന് ഇന്നും അതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇതെന്തായാലും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം അനുവിൻ്റെ ഉള്ളിൽ ആ ഒരു തോട്ട് ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ദേഷ്യം കയറുമ്പോൾ അല്ലെങ്കിൽ ടിഗറാവുമ്പോൾ അനുമോള് അതെടുത്ത് ഉപയോഗിക്കുന്നത്. അനുമോള് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും വളരെ തെറ്റാണ്. അതിപ്പോൾ ജിസേലിനെ കുറിച്ചല്ല, ഏത് സ്ത്രീനെ കുറിച്ചാണേലും അങ്ങനെ പറയാൻ പാടില്ല. എന്തായാലും കിച്ചൺ ഏരിയയിൽ ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.